ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു വർഷം 2-3 ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 4-5 ദിവസങ്ങൾക്കുള്ളിൽ അത് അവസാനിച്ച് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയല്ലേ. അപ്പം ഇന്നെൻ്റെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ പൂക്കൾ വിരിഞ്ഞു, വെളുത്തുള്ളി ചെടിയിൽ നിറയെ പൂക്കളായി. എൻ്റെ ക്രിസ്മസ് ഞാൻ പറഞ്ഞില്ലേ, ഈ മാജിക് പ്ലാന്റ് ഇത് ക്രിസ്മസ് ആകുമ്പോഴേക്കും ഇതിൻ്റെ നിറം, ഇലയുടെ നിറം ഇങ്ങനെ ആകുമെന്ന് അതുപോലെ തന്നെയായി, കണ്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന നിറങ്ങളുടെ ഒരു നന്മയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ, പൂക്കാലത്തിൻ്റെ, മഞ്ഞുകാലത്തിൻ്റെ എല്ലാം ഒരു ഓർമ്മയായിട്ട്, സമ്മാനമായിട്ട് ക്രിസ്മസും അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ രാത്രി 10 മണിയായി കേട്ടോ. ഇനി 12 മണിക്ക് പള്ളിയിൽ പോകണം. അങ്ങനെ യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാനുള്ള സമയം ഏതാനും മണിക്കൂറിനുള്ളിൽ തുടങ്ങിക്കഴിയും. അങ്ങനെ പുൽക്കൂടുമൊക്കെ ഇട്ട് ഈ വർഷം ഇങ്ങനെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. എൻ്റെ ടൈബുക്കൊക്കെ കണ്ടോ, ലൈറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന് സന്തോഷമായി. അപ്പം ക്രിസ്മസ് ഡെക്കറേഷൻസ് വാങ്ങിക്കാൻ പോയപ്പോൾ അവൻ ഒരു മണിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ കെട്ടി അവനും ഇങ്ങനെ ഇപ്പം മണിയൊക്കെ കിളിക്കാൻ നടക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം പിറവിയും കൂടി ഉണ്ടാവട്ടെ എന്ന് മുൻകൂട്ടി ആശംസിക്കുകയാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. തണുപ്പിൻ്റെയും മഞ്ഞിൻ്റെയും പൂക്കളുടെയും പക്ഷി മൃഗാദികളുടെയും എല്ലാത്തിൻ്റെയും ഒരു കരച്ചിലുകൾക്കിടയിൽ എവിടെയൊക്കെയോ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. പള്ളികളിലെല്ലാം ഇപ്പോൾ തന്നെ 6 മണിക്ക് തന്നെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ സ്വരം കേൾക്കാം. എന്തായാലും നല്ലൊരു ക്രിസ്മസ്. ലോകത്തെങ്ങും സമാധാനം, ലോകമെമ്പാടും ആഘോഷിക്കുന്ന, എത്രയോ മാസങ്ങളോളമായി ഇതിൻ്റെ ഒരുക്കത്തിനായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു അല്ലേ. എല്ലാവരുടെയും മനസ്സ്, ശരീരവും പ്രവൃത്തിയെല്ലാം എന്താണ്, ക്രിസ്മസ് വരുന്നു, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ള ഒറ്റ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും മനസ്സിൽ. അങ്ങനെ ആ ദിനവും വന്നെത്തി. ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ശരി, എല്ലാ വർഷവും ഒന്നും ചെയ്യാറില്ല, ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തോന്നും. കഴിഞ്ഞ വർഷം പുൽക്കൂട് ഉണ്ടാക്കിയില്ല, പക്ഷേ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ്, ലൈറ്റ്സൊക്കെ ഇട്ടു. ഈ വർഷം പിന്നെ പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കി. അതിനുള്ള മോൾഡൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഓർക്കിഡൊക്കെ വെച്ചിരുന്ന ഒരു മോൾഡ് ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളഞ്ഞിരുന്നു. പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് നമുക്ക്, ഒറിജിനൽ ട്രീ കേട്ടോ. ആ ട്രീയുടെ ചുവട്ടിലേക്ക് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചു. എന്തായാലും എല്ലാം എവിടെയും എപ്പോഴും സന്തോഷവും സമാധാനവും പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ദിന ആശംസകൾ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്മനസ്സിൻ്റെയും എല്ലാം സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു, യേശു ജനിച്ച സ്ഥലം ബെത്ലഹേം, പിന്നെ സാന്താക്ലോസിൻ്റെ സ്ഥലമായ ലാപ്ലാൻഡ്,
പിന്നെ ഡിസംബറിലെ ഒരുക്കങ്ങൾ യൂറോപ്പിലുള്ളത് ഇതെല്ലാം കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.